ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെയും വിദേശ പ്രവാസികളെയും നേരിട്ട് ബാധിച്ചേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ US-ൽ നിന്നും പുറത്തു വരുന്നത്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റും IRS-ഉം ചേർന്ന് 4 പ്രധാനപ്പെട്ട റീഫണ്ടബിൾ ടാക്സ് ക്രെഡിറ്റിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതുവരെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ലഭിച്ചിരുന്ന ആയിരക്കണക്കിന് ഡോളറിന്റെ ക്യാഷ് റീഫണ്ട് ഇനി എല്ലാവർക്കും ലഭിക്കില്ല എന്നതാണ് ഈ നിർദ്ദേശത്തിലെ ഏറ്റവും പ്രധാന കാര്യം. പുതിയ നിർദ്ദേശം നടപ്പിലാക്കിയാൽ അമേരിക്കൻ പൗരന്മാർക്കും ഗ്രീൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള ചില ക്വാളിഫൈഡ് ഏലിയൻസിന് മാത്രമായി ഈ റീഫണ്ടബിൾ ആനുകൂല്യം പരിമിതപ്പെടുത്തും. ഇത് അമേരിക്കയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ, H1B L1 പോലെയുള്ള താൽക്കാലിക തൊഴിലാളികൾ, ചില അഭയാർത്ഥി അപേക്ഷകൾ, H4 L2 വിസക്കാർ തുടങ്ങിയ നിരവധി നോൺ ഇമിഗ്രന്റ് വിഭാഗങ്ങളെ സാമ്പത്തികമായി ബാധിച്ചേക്കാം. എന്താണ് ഈ പുതിയ നിർദ്ദേശം? എന്തൊക്കെയാണ് ഈ 4 ടാക്സ് ക്രെഡിറ്റുകൾ? ആരെയൊക്കെയാണ് ഇത് ബാധിക്കുക എന്നതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ US ട്രഷറിയും IRS-ഉം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാം. US നികുതി നിയമപ്രകാരം ഫെഡറൽ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ചില റീഫണ്ടബിൾ ടാക്സ് ക്രെഡിറ്റ് വഴി നികുതിദായകർക്ക് അധിക തുക റീഫണ്ടായി ലഭിക്കാറുണ്ട്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഈ റീഫണ്ടബിൾ ക്രെഡിറ്റിന്റെ അധിക തുക ലഭിക്കണമെങ്കിൽ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് ആ വ്യക്തി താഴെ പറയുന്ന 3 വിഭാഗങ്ങളിൽ ഒന്നിൽ ഉൾപ്പെട്ടിരിക്കണം. ഒന്നാമത്തേത് US സിറ്റിസൺസ് ആണ്, അതായത് അമേരിക്കൻ പൗരൻ. രണ്ടാമത്തേത് US നാഷണൽ ആണ്. മൂന്നാമത്തേത് ക്വാളിഫൈഡ് ഏലിയൻസ്. ഇതിൽ ഗ്രീൻ കാർഡ് ഉടമകൾ അഥവാ ലോഫുൾ പെർമനന്റ് റെസിഡൻസ്, ചില റെഫ്യൂജീസ്, അസൈലീസ് തുടങ്ങിയ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ തങ്ങൾ റീഫണ്ടിന് അർഹരാണെന്ന് ഉറപ്പു നൽകുകയും തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ശിക്ഷ ലഭിക്കും. 1996-ൽ അമേരിക്കയിൽ പാസാക്കിയ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് വർക്ക് ഓപ്പർച്യൂണിറ്റി റീകൺസിലേഷൻ ആക്ട് അഥവാ PRWORA എന്ന നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത്. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം റീഫണ്ട് തുകകൾ ഒരു ഫെഡറൽ പബ്ലിക് ബെനിഫിറ്റായി കണക്കാക്കണമെന്നും അതിന് അർഹതയില്ലാത്തവർക്ക് ഈ ആനുകൂല്യം നൽകുന്നത് തടയണമെന്നുമാണ് പുതിയ നിലപാട്. ഈ നിർദ്ദേശം പ്രധാനമായും 4 റീഫണ്ടബിൾ ടാക്സ് ക്രെഡിറ്റിനെയാണ് ബാധിക്കുന്നത്. ഒന്നാമത്തേത് ഏൺഡ് ഇൻകം ടാക്സ് ക്രെഡിറ്റ് അഥവാ EITC ആണ്. കുറഞ്ഞ വരുമാനവും ഇടത്തരം വരുമാനവുമുള്ള തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാനപ്പെട്ട ടാക്സ് ക്രെഡിറ്റ് ആണിത്. ചില സാഹചര്യങ്ങളിൽ അടച്ച നികുതിയേക്കാൾ കൂടുതലായ തുക റീഫണ്ടായി ലഭിക്കുന്നതിലും EITC പ്രധാന പങ്ക് വഹിക്കുന്നു. രണ്ടാമത്തേത് ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ്, അഡീഷണൽ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് എന്നിവയാണ്. കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട നികുതി ആനുകൂല്യങ്ങളിൽ ഒന്നാണ് ഇത്. ഇതിലെ റീഫണ്ടബിൾ ഭാഗമാണ് പുതിയ നിർദ്ദേശം വന്നാൽ പലർക്കും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. മൂന്നാമത്തേത് അമേരിക്കൻ ഓപ്പർച്യൂണിറ്റി ടാക്സ് ക്രെഡിറ്റ് അഥവാ AOTC ആണ്. കോളേജ് ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ട്യൂഷൻ ഫീസും ചില വിദ്യാഭ്യാസ ചെലവുകളും കുറയ്ക്കാൻ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സഹായിക്കുന്ന ക്രെഡിറ്റ് ആണിത്. നാലാമത്തേത് അഡോപ്ഷൻ ടാക്സ് ക്രെഡിറ്റ് ആണ്. കുട്ടികളെ ദത്തെടുക്കുമ്പോൾ കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്ന ചില വലിയ ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ടാക്സ് ക്രെഡിറ്റ് ആണിത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വ്യക്തിക്ക് നികുതി അടയ്ക്കാനുള്ള ബാധ്യതയുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റുകൾ ഉപയോഗിച്ച് ആ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാനും 0-ലെത്തിക്കാനും കഴിയും. അതിന് തടസ്സമില്ല. എന്നാൽ അടയ്ക്കേണ്ടുന്ന നികുതിയേക്കാൾ ക്രെഡിറ്റ് കൂടുതലാണെങ്കിൽ ആ അധിക തുക ക്യാഷ് റീഫണ്ടായി കയ്യിൽ ലഭിക്കുന്നതിലാണ് പുതിയ നിർദ്ദേശം നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഇനി ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നാൽ ആരെയൊക്കെയാണ് പ്രധാനമായും ബാധിക്കാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തേത് DACA സ്വീകരിച്ചവരാണ്. അടുത്തത് ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റസിൽ ഉള്ളവരാണ്. അടുത്തത് അഭയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ചില അസൈലം ആപ്ലിക്കൻസ് ആണ്. കൂടാതെ F1 OPT പോലെയുള്ള സ്റ്റേറ്റസിലുള്ള വിദ്യാർത്ഥികൾ, H1B L1 O1 തുടങ്ങിയ താൽക്കാലിക വിസയിലുള്ള തൊഴിലാളികൾ. ഇവരിൽ ചിലർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും വർക്ക് ഓതറൈസേഷനും ഉണ്ടായിരിക്കാം. അതുപോലെ നിയമപരമായി അമേരിക്കയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്തവരായിരിക്കാം. എന്നിരുന്നാലും പുതിയ നിർദ്ദേശത്തിലെ യോഗ്യതാ വ്യവസ്ഥകൾ ബാധകമായാൽ ടാക്സ് ബാധ്യത കുറയ്ക്കാൻ കഴിയുന്ന ക്രെഡിറ്റിന്റെ അധിക ഭാഗം ക്യാഷ് റീഫണ്ടായി ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണമാകണമെന്നില്ല. ഒന്നാമത്തേത് ജോയിന്റ് ടാക്സ് റിട്ടേൺ ആണ്. ദമ്പതികൾ ഒരുമിച്ച് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും US പൗരനോ യോഗ്യതയുള്ള ഗ്രീൻ കാർഡ് ഉടമയോ ആണെങ്കിൽ കുടുംബത്തിന് റീഫണ്ടബിൾ ഭാഗം ക്ലെയിം ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥ നിർദ്ദേശത്തിലുണ്ട്. രണ്ടാമത്തേത് ടാക്സ് ലയബിലിറ്റി ഓഫ്സെറ്റ് ആണ്. നിങ്ങൾ അടയ്ക്കേണ്ട ഇൻകം ടാക്സ് കുറയ്ക്കാൻ ഈ ക്രെഡിറ്റുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതിനാൽ മുഴുവൻ ക്രെഡിറ്റും നഷ്ടപ്പെടുന്നു എന്നതല്ല ഇതിന്റെ അർത്ഥം. പ്രധാനമായും നികുതി ബാധ്യതയേക്കാൾ അധികമായി ലഭിക്കേണ്ട റീഫണ്ടബിൾ പോർഷനാണ് പുതിയ നിയന്ത്രണത്തിന്റെ പ്രധാന വിഷയം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇപ്പോൾ ഒരു നിയമമല്ല.
ഇത് US ട്രഷറിയും IRSും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസ്ഡ് റെഗുലേഷൻ മാത്രമാണ്. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ 45 ദിവസത്തെ പബ്ലിക് കമന്റ് പീരീഡും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് ഹിയറിംഗ് ഒക്ടോബർ 14 നടക്കാനിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച ശേഷം അന്തിമ ചട്ടങ്ങൾ തയ്യാറാക്കും. ഫൈനൽ റെഗുലേഷൻസ് ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൽ പറയുന്ന തീയതിയിൽ വരുന്ന ടാക്സ് വർഷങ്ങളിലായിരിക്കും പുതിയ വ്യവസ്ഥകൾ ബാധകമാകുക. അതുകൊണ്ട് നിലവിൽ നിങ്ങളുടെ ടാക്സ് ഫയലിംഗുകളെ ഈ നിർദ്ദേശം തൽക്ഷണം ബാധിക്കില്ല. അന്തിമ നിയമം എന്തായിരിക്കും എന്നതിനാലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഒന്നുകൂടെ ഓർക്കുക, ഇതിപ്പോൾ ഒരു അന്തിമ നിയമമല്ല. അതിനാൽ വരുന്ന ടാക്സ് സീസണുകളിൽ നിങ്ങളുടെ സാഹചര്യത്തിന് ഈ നിർദ്ദേശം എങ്ങനെ ബാധകമാകുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ടാക്സ് കൺസൾട്ടന്റ് അല്ലെങ്കിൽ CPAയുമായി സംസാരിച്ച ശേഷം മാത്രം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് സുരക്ഷിതം. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നികുതി പ്രശ്നങ്ങൾക്ക് പുറമെ ഭാവിയിലെ ഇമിഗ്രേഷൻ കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണം. അമേരിക്കയിലെയും മറ്റു രാജ്യങ്ങളിലെയും പ്രധാന ഇമിഗ്രേഷൻ, വിദേശകാര്യ അപ്ഡേറ്റുകൾ കൃത്യസമയത്തറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.